ഓമനേ നീയൊരോമൽ ഭാവഗീതമോ കാതരേ നീയുരൻ കിനാവിൻ കാവ്യമോ സ്നേഹരാഗമോലുമൻ കിനാവിൻ സാന്ദ്രമോ. ജീവിതം ഇതുവരെ കടലിൽ പോയിട്ടാണ് ജീവിച്ചത്. ബുദ്ധിമുട്ട് ആദ്യമൊക്കെ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം അങ്ങനെ ജീവിതത്തിന് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇല്ല. വേദികളാദിമനരനിൽ ഉണർത്തിയ ദൈവിക ചോദിനീ. കൂട്ടുകാർ പറഞ്ഞതുപോലെ തന്നെ വളരെ മനോഹരമായ ശബ്ദമാണ്. കാതോരമാരോ മോളും ഒരീണം ശ്രീരാഗമായൻ ഉള്ളിലുള്ളിലെന്നുമെന്നും വരമേകും തൂവൽ കിനാവിൻ. പിന്നെ അതുകൊണ്ടാണ് ഇങ്ങനെ പാടാത്തത്. ഫേസ്ബുക്കിലോ അങ്ങനെയൊന്നും ഞാൻ പാട്ടൊന്നും ഇതുവരെ പാടിയിട്ടില്ല. ഏകാന്തമൗനം നീയലിഞ്ഞലിഞ്ഞു തഴുകി ലയലോലം. ബോട്ടിലും പോകും പാടും, വണ്ടീൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ പാട്ട് ഇങ്ങനെ പ്രത്യേകിച്ച് ബോട്ടിൻ്റെ ഈ എഞ്ചിൻ്റെ ശബ്ദത്തിന് നമ്മൾ പാടുമ്പോൾ ഒരു മ്യൂസിക്കിൻ്റെ ഒരു എഫക്റ്റ് ചെറുതായിട്ട് വരും. അപ്പം നമ്മൾ തൊണ്ട തുറന്നൊക്കെ ഇങ്ങനെ പാടാം. വേറെ ആരും കേൾക്കാനില്ല, തെറ്റിയാലൊന്നും. കൂടെ ജോലി ചെയ്യണവർ തന്നെ ചിലപ്പം കേൾക്കില്ല. അപ്പം നമുക്ക് എങ്ങനെയായാലും ധൈര്യത്തിൽ പാടാം. അങ്ങനെ പാടാറുണ്ട്. രാക്കിളി പൊന്മകളെ നിൻ പൂവിളി യാത്രാമൊഴിയാണോ നിൻ മൗനം പിൻവിളിയാണോ. ഞാനിപ്പോൾ ഉള്ളത് മാറാട് കടപ്പുറത്താണ്. നമ്മുടെ കൂടെ ഉള്ളത് മത്സ്യത്തൊഴിലാളി കൂടിയായ നമ്മുടെ പ്രമോദേട്ടനാണ്. മത്സ്യത്തൊഴിലാളി എന്നതിലുപരി ചില സവിശേഷതകളൊക്കെ പ്രമോദേട്ടൻ്റെ അടുത്തുണ്ട്. അപ്പോൾ നമുക്കൊരു പാട്ട് പാടി കഴിഞ്ഞപ്പോൾ നമുക്ക് അതേക്കുറിച്ച് മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് പ്രമോദേട്ടനോട് കുറച്ചുകൂടി പാട്ടിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ചേട്ടാ, ഇതെങ്ങനെയാണ്? വെറുതെ പാടി തുടങ്ങിയതാണോ അതോ പഠിച്ചിട്ടുണ്ടോ? പാട്ട് പഠിച്ചിട്ടൊന്നുമില്ല, വെറുതെ പാടി തുടങ്ങിയ ഫ്രണ്ട്സുകളായിട്ട് ഇങ്ങനെ ഇടയ്ക്കിങ്ങനെ കൈമുട്ടി പാട്ടാണ്. അല്ലാണ്ട് തീരെ പഠിച്ചിട്ടൊന്നുമില്ല കാര്യം. പിന്നെ ഇപ്പോൾ ചെറിയൊരു വാട്സപ്പ് കൂട്ടായ്മ അങ്ങനെയൊക്കെ ഉണ്ട്. അതിലിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പാടിയിട്ട് ആ പരിചയം മാത്രമേ ഉള്ളൂ. ഇങ്ങനെ മത്സ്യത്തൊഴിലാളിയാണല്ലേ? ആ, മത്സ്യത്തൊഴിലാളി, ബോട്ടിലാണ് പോകുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ഇങ്ങനെ ആ ഒരു സ്ട്രെസ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ബോട്ടിൽ നിന്ന് ചിലപ്പോൾ ചില സമയത്തൊക്കെ ബോട്ടിൽ നിന്ന് ഇങ്ങനെ പാടും. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, മുരുകേഷാണ് എനിക്ക് ഇതിനുള്ളൊരു പ്രചോദനം. കാരണം എന്നോട് ബോട്ടിൽ പോണ സമയത്തൊക്കെ ഇങ്ങനെ പാടാനൊക്കെ പറയും. പിന്നെ എവിടെയെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ പാടാൻ പറയും. എനിക്ക് പൊതുവെ അങ്ങനെ ഒരു ചെറിയൊരു മടിയേനു. അങ്ങനെയാണ് ഇങ്ങനെ ചെറിയ രീതിയിൽ പാടാനുള്ളൊരു ഇത് വന്നു. കുഞ്ഞു തൊട്ടേ പാടുമായിരുന്നു? കുട്ടിക്കാലം തൊട്ടേ? കാലം സ്കൂളിലൊക്കെ ഇങ്ങനെ പദ്യങ്ങളതൊക്കെ ഇങ്ങനെ ടീച്ചർമാർ പാടിക്കും. അല്ലാണ്ട് ഇതിപ്പോൾ കൊറോണ വന്നില്ലേ, അതിൻ്റെ ശേഷമാണ് പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ, അത്രേ ഉള്ളൂ. ഇപ്പോൾ ബോട്ടിലൊക്കെ പോകുമ്പോൾ പാടുന്നത് കണ്ടിട്ട് കൂട്ടുകാരൊക്കെ എന്ത് പറയാറുണ്ട്? പാട്ട് കേട്ട കൂട്ടുകാരൊക്കെ നല്ല പ്രോത്സാഹിപ്പിക്കാറുണ്ട്. നല്ല ശബ്ദമാണെന്നൊക്കെ പറയലുണ്ട്. എന്തായാലും പ്രോത്സാഹനമുണ്ട് നല്ല കൂട്ടുകാരെ കൊണ്ടൊക്കെ. ഏതാണ് ഇഷ്ടമുള്ള പാട്ട്? പാട്ടെനിക്ക് കുറച്ച് പാട്ടൊക്കെ ഇഷ്ടമാണ്. അതിൽ കളിപ്പാട്ടമായി കൺമണി, കളിപ്പാട്ട സിനിമയിലെ ഒന്ന് പാടാം. അതൊരു 4 വരിയാണ്. കളിപ്പാട്ടമായി കൺമണി നിന്റെ മുന്നിൽ മനോവീണമീട്ടുന്നു ഞാൻ. കളിപ്പാട്ടമായി കൺമണി നിന്റെ മുന്നിൽ മനോവീണമീട്ടുന്നു ഞാൻ. നെഞ്ചിലെ മോഹമാം ജലശയ്യയിൽ നിൻ സ്വരക്കൂട് കൂട്ടുന്നു ഞാൻ ദേവി. കളിപ്പാട്ടമായി കൺമണി നിന്റെ മുന്നിൽ മനോവീണമീട്ടുന്നു ഞാൻ.
കൂട്ടുകാർ പറഞ്ഞതുപോലെ തന്നെ വളരെ മനോഹരമായ ശബ്ദമാണ്. താങ്ക് യു. അപ്പോൾ ഒരിക്കൽ പോലും തോന്നിയിട്ടില്ലേ, അതായത് ഇതിപ്പോൾ ഇവിടെയുള്ള പരിപാടികളിൽ അല്ലെങ്കിൽ വീട്ടിൽ കടലിൽ പോകുമ്പോൾ അതിനപ്പുറത്തേക്ക് നാലാൾ അറിയണം എന്നുള്ള അങ്ങനൊരു ആഗ്രഹം ഇല്ലാണ്ടല്ല. പക്ഷെ ഇപ്പോൾ ഒരുപാട് പാട്ടുകാരൊക്കെ ഉണ്ട്, ചെറിയ കുട്ടികളൊക്കെ ഡീസൻ്റായിട്ട് പാടുന്നുണ്ട്, നല്ലോണം പാടണം. അപ്പോൾ നമ്മളെ പാട്ടൊക്കെ ഇങ്ങനെ മറ്റുള്ളവർ കേൾക്കുമ്പോൾ അതിൻ്റെ പോരായ്മകളെല്ലാം മനസ്സിലാക്കുമെന്ന് വിചാരിച്ചിട്ടാണ് പൊതുവെ പാടാത്തത്. അതൊരു ചെറിയൊരു മടിയാണ്. പിന്നെ അതുകൊണ്ടാണ് ഇങ്ങനെ പാടാത്തത്. ഫേസ്ബുക്കിലോ അങ്ങനെയൊന്നും ഞാൻ പാട്ടൊന്നും ഇതുവരെ പാടിയിട്ടില്ല. അതെ, ഇപ്പം സാധാരണ എന്തെങ്കിലും ഒരു ചെറിയൊരു കഴിവുണ്ടെന്നുണ്ടെങ്കിൽ പോലും അത് വളരെ എന്താ പറയുക, പുറത്ത് സോഷ്യൽ മീഡിയ വഴി നാലാൾ അറിയട്ടെ എന്ന് വിചാരിക്കുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ളത്. അപ്പം അതിൽ നിന്നൊരു വ്യത്യസ്തനായി നിൽക്കുകയാണല്ലേ? വ്യത്യസ്തനായി നിൽക്കാൻ വേണ്ടിയിട്ടല്ല, കാരണം എൻ്റെ പാട്ട് എത്രത്തോളം ഉണ്ടെന്നുള്ള എനിക്ക് അത്ര ഒരു ഇതില്ല. അങ്ങനെ അവർ ബാക്കിയുള്ളവരെങ്ങനെ അത് കേൾക്കും, അതിനൊരു വിലയിരുത്തുന്നുള്ള, അതുകൊണ്ടാണ് ഒരു മടി. പക്ഷെ ഇപ്പം നമ്മൾ പാടി തുടങ്ങിയപ്പോൾ തോന്നുന്നുണ്ട് ഇങ്ങനെ ഒന്ന് അങ്ങനെ പാടണം എന്നൊക്കെ ഒരു ചെറിയൊരു മോഹമുണ്ട്. സംഗീത പരിപാടികൾക്കൊക്കെ പോകാറുണ്ടോ? സംഗീത പരിപാടികൾക്ക് കേൾക്കാനൊക്കെ പോകും. പിന്നെ ചെറിയ ചെറിയ പരിപാടി ഇങ്ങനെ കല്യാണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ആൾക്കാരൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പാടാറുണ്ട്. ചില 1-2 പാട്ടൊക്കെ പാടും, അങ്ങനെ തന്നെ. അല്ലാണ്ട് അങ്ങനെ ഫേമസ് ആയിട്ടൊന്നും അങ്ങനെ പാടുന്നു. മലയാളം ഗാനങ്ങൾ മാത്രമാണോ പാടാറ്? മലയാളം ആണ് കൂടുതൽ പാടല്, മെലഡിയാണ് എനിക്കിഷ്ടം. പിന്നെ ഇപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഫാസ്റ്റൊക്കെ അതോ, പിന്നെ 1-2 ഹിന്ദി പാടലുണ്ട്. അത് ഏതെങ്കിലും ഒരു 2 വരി പാടാമോ ഹിന്ദി? ഒരു പഴയ പാട്ട് കിഷോർ കുമാറിൻ്റെ ക്യാ ഹുവാ തേരാ വതാ वो कसम बोहिल राधा क्या हुआ तेरा वादा वो कसम बोहिल राधा भूलेगा दिल 2 दिन जिंदगी का प्यार ही होगा क्या हुआ तेरा वादा. ആരുടെ പാട്ടാണ് ഇഷ്ടം? ഇപ്പോൾ ഒരുപാട് ഗായകരുണ്ട്, പുതിയവരുണ്ട്, പഴയവരുണ്ട്. എപ്പോഴും അല്ലെങ്കിൽ ആരുടെ പാട്ടിനോടാണ് ഒരു ഇഷ്ടം തോന്നിയിട്ടുള്ളത്? ഏറ്റവും ഇഷ്ടം ദാസേട്ടൻ്റെ പാട്ടാണ് ഇഷ്ടം. പിന്നെ ബാക്കിയുള്ള പാട്ടൊക്കെ നല്ല പാട്ടൊക്കെ കേൾക്കാൻ ഇഷ്ടമാണ്. ദാസേട്ടനെ കൂടുതലും പാടലും. എനിക്ക് പാടാൻ ഒരു ഇഷ്ടം, ഒരു എളുപ്പം പാട്ട് എളുപ്പം അങ്ങനെ ആയിട്ടല്ല കേട്ടോ. ഇപ്പോൾ ജയചന്ദ്രൻ്റെ പാട്ടൊന്നും എനിക്ക് അങ്ങനെ വഴങ്ങലില്ല. അപ്പം ദാസേട്ടൻ്റെ പാട്ടാണ് ഇഷ്ടം. അപ്പോൾ ദാസേട്ടൻ്റെ പാട്ടുകളിൽ ഇഷ്ടമുള്ളത് ഒരു 2 വരി മൂളാമോ നമുക്ക് വേണ്ടി? ഓമനേ നീയൊരോമൽ ഭാവഗീതമോ കാതരേ നീയുരൻ കിനാവിൻ കാവ്യമോ സ്നേഹരാഗമോലുമൻ കിനാവിൻ സാന്ദ്രമോ മധുപകരുമൊരമൃത തരള ശ്രുതിലയ സുഖലളിത ഗാനമോ ഓമനേ നീയൊരോമൽ ഭാവഗീതമോ കാതരേ നീയുരൻ കിനാവിൻ കാവ്യമോ. എനിക്കിഷ്ടം പാട്ടാണ്. വളരെ കേൾക്കാനും പാടാനും ഇഷ്ടമാണ്. കേൾക്കാനും ഇഷ്ടമാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞു, അതായത് ഇപ്പൊ ഈ അടുത്താണ് ഈ പാട്ട് സജീവമായി, അതായത് ആ പാട്ട് ധാരാളമായി പാടാൻ തുടങ്ങിയതെന്ന് പറഞ്ഞു. ഒരു സജീവമായിട്ട് ഇങ്ങനെ തുടങ്ങി. അപ്പൊ ഇനിയും ഇത് ഇനിയിപ്പോ കുറച്ചുകൂടെ ഒന്ന് വിപുലമാക്കണമെന്ന് മനസ്സിലൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ ആഗ്രഹമുണ്ട്. അപ്പോൾ ആരാണ് ഒരു പിന്തുണ എന്ന് പറയാനായിട്ട്? എനിക്കിപ്പം പിന്തുണ എൻ്റെ വൈഫാണ്, നല്ല സപ്പോർട്ടാണ്. പിന്നെ ഞാൻ പറഞ്ഞ മുരുകേഷ് എനിക്ക് ഒരുപാട് സപ്പോർട്ട്, നല്ലൊരു പിന്തുണ തന്ന ആളാണ് തന്നെ. പിന്നെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. കുറേ ആളുകളൊക്കെ ഉണ്ട് നല്ല സപ്പോർട്ടും പിന്നെ പിന്തുണയും. എങ്ങനെ പാടിക്കോ നന്നാവും എന്നൊക്കെ പറയുന്ന ആൾക്കാർ. പിന്നെ നമ്മളെ മാറാടുള്ള ഒരുവിധ ആൾക്കാർക്കൊക്കെ എന്നോട് അങ്ങനെ പറയലുണ്ട്, പാടണം, പരിപാടിക്കൊക്കെ പാടണം എന്നൊക്കെ പറയലുണ്ട്. ഇപ്പോൾ സിനിമാ പാട്ടുകൾ മാത്രമേ പാടാറുള്ളൂ, അല്ലാതെ വേറെ ദേശഭക്തി ഗാനം അങ്ങനെയൊന്നും? ദേശഭക്തി ഗാനം പാടാറുണ്ട്. ചെറുതിലൊക്കെ അങ്ങനെ ദേശഭക്തി ഗാനങ്ങളാണ് പാടിയത്, അറിയാം. അപ്പോൾ ചെറുതായിട്ടൊക്കെ അങ്ങനെ പാടും. ഒരു 1-2 എണ്ണം പാടാമോ ഞങ്ങൾക്ക് വേണ്ടി? വന്ദേ ജനനീ ഭാരത തരണി സസ്യശ്യാമളേ ദേവി കോടിക്കോടി
കോടി വീരരിൻ തായേ ജഗജനനീ വൽക വന്ദേ ജനനി ഭാരതധരണി സസ്യശ്യാമളേ ദേവി. കേട്ടിരിക്കാൻ നല്ല സുഖമുണ്ട് ഓരോ പാട്ടുകളും. ഒരു 1-2 പാട്ട് കൂടി ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് പാടാമോ? 2-3 പാട്ട് മലയാളം പാട്ടുകൾ, ദാസേട്ടൻ്റെ ആയെങ്കിലും കുഴപ്പമില്ല. തമിഴ് പാട്ട് 4 പാട്ട്. ഓക്കെ. പൂവേ സെൻപൂവേ ഉൻ വാസം വരും വാസം നിൻ വാസം ഉൻ പൂങ്കാവനം വായ്പേശിടും പുല്ലാങ്കുഴൽ നീതാനൊരു പൂവിൻ മടൽ പൂവേ സെൻപൂവേ. ഹേ അമര ഭൂമിതൻ എന്നുള്ള പാട്ട് അറിയോ? പാട്ട് ദേശഭക്തിയാണ്. ദേശഭക്തി ഗാനാണ് അത്. അറിയാം, നല്ലൊരു പാടിയൊക്കെ. ഹേ അമരഭൂമി തന്നാത്മഗുരു പരിപാവന ഭഗവേ നമോസ്തുതേ. ഹേ വീരവസുന്ദര ജയകേതോ പരമോന്നത ധ്വജമേ ജയോസ്തുതേ. വൈദിക വേദികളാദിമനരനിൽ ഉണർത്തിയ ദൈവിക ജ്യോതിനി ദൈത്യദനങ്ങളെ ദഹനം ചെയ്യും ദ്വാഹക ഭീകര ജ്വാലാമി. ഹേ അമരഭൂമി തന്നാത്മഗുരു പരിപാവന ഭഗവേ നമോസ്തുതേ. ദേശഭക്തി ഗാനങ്ങൾ പാടി, സിനിമാ പാട്ടുകൾ പാടി, ഭക്തിഗാനങ്ങൾ അറിയാമോ? അല്ലെങ്കിൽ അത് പാടാറുണ്ടോ? അപ്പോൾ അതായി മലയുടെ സീസണൊക്കെ ആയി, ശബരിമല സീസണൊക്കെ ആയി, അപ്പോൾ ഇങ്ങനെ ഭജനയ്ക്കോ അങ്ങനെയൊക്കെ വിളിക്കാറുണ്ടോ ആളുകൾ? ഭജനക്ക് ഇടക്ക് പോവും, ഇടക്ക്. എന്നാലും ഭക്തിഗാനം പാടലുണ്ട്, കുറച്ചറിയുള്ളൂ. 4 വരി പാടാം. വടക്കും നാഥ സർവം നടത്തും നാഥ നിന്റെ നടക്കൽ ഞാൻ സാഷ്ടാംഗം നമിക്കും നേഥ. വടക്കും നാഥ സർവം നടത്തും നാഥ നിന്റെ നടക്കൽ ഞാൻ സാഷ്ടാംഗം നമിക്കും നേഥ. വടക്കും നാഥ സർവം നടത്തും നാഥ. മത്സ്യത്തൊഴിലാളിയാണല്ലോ, അപ്പോൾ എങ്ങനെയാണ്? ബോട്ടിൽ പോകുമോ അതോ തോണിയാണോ, എങ്ങനെയാണ്? കുറച്ച് മുമ്പൊക്കെ തോണിയിലാണ് എല്ലാവരും പോയതൊക്കെ. അന്ന് ബോട്ട് കുറവാണ്, ഇപ്പം ബോട്ടിലാണ് പോകുന്നത്. ബോട്ടിൽ പുലർച്ചയ്ക്ക് ഇവിടുന്ന്, ഇപ്പം ചെറിയ ബോട്ടാണ്, പുലർച്ചയ്ക്ക് വീട്ടിൽ നിന്ന് ഒരു 2:30-3 മണിക്കൊക്കെ പോകും. വൈകിട്ട് തിരിച്ചു വരും, ഒരു 5-6 മണിയാകുമ്പോൾ തിരിച്ചു വരും. അത് ചെറിയ ബോട്ട്, ഒരു ദിവസം പോകണം. പിന്നെ വലിയ വലിയ ബോട്ടൊക്കെ ഉണ്ട്, അത് ചൈന ബോട്ടെന്നെല്ലാം പറയുന്നത്. അത് 5 ദിവസം 6 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് വരിക. മൊത്തത്തിൽ എങ്ങനെയാണ് ജീവിതം? ഇതുവരെ കടലിൽ പോയിട്ടാണ് ജീവിച്ചത്. ബുദ്ധിമുട്ട് ആദ്യമൊക്കെ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം അങ്ങനെ ജീവിതത്തിന് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇല്ല. പിന്നെ വേറെ എന്തെങ്കിലും ഭാരിച്ച ചിലവെല്ലാം വരുമ്പോഴേ പ്രശ്നമുള്ളൂ. അങ്ങനെ പിന്നെ ഇപ്പം പണിയൊക്കെ കുറവാണ്, മത്സ്യമൊക്കെ കുറവാണ്. പിന്നെ മീനിനൊക്കെ വില ചില സമയത്തൊക്കെ വില കുറഞ്ഞാലും പ്രശ്നമാണ്. അതായത് കടലിൽ പോയി അധ്വാനിക്കുന്ന ആ അധ്വാനത്തിന്റെ ഫലം ഉണ്ടാവുന്നുണ്ടോ? ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല. പക്ഷെ എന്തായാലും എല്ലാ പണിക്കും ബുദ്ധിമുട്ടുണ്ട്. ഇതൊരു പ്രത്യേക പണിയാണ്, നമുക്കറിയാലോ. കടലിലെ പണി എന്ന് പറഞ്ഞാൽ ഉറക്കൊഴിയണം, വെയിൽ കൊള്ളണം. പിന്നെ ചിലപ്പം കിട്ടും, ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. അങ്ങനൊക്കെയാണ്. പേടിയൊന്നുമില്ല? പേടിയൊന്നും അങ്ങനൊന്നുമില്ല. പേടി എനിക്ക് 2-3 അപകടമൊക്കെ കടലിൽ ഉണ്ടായിരുന്നു. ശരിക്ക് ഏട്ടന് നീന്താനൊന്നും അറിയില്ല. ഞാൻ അന്ന് ചെറിയ തോണിയിൽ പോയിട്ട് രാത്രി വലയിളക്കിയതാണ്. അപ്പോൾ വേറൊരു ബോട്ട് വന്നിട്ട് ഇടിച്ച് ഏട്ടൻ 2 തെറിച്ചു പോയി. അങ്ങനെ ഞാൻ ഏട്ടനെ പോയി പിടിച്ച് രക്ഷിച്ച്. അങ്ങനെ അതൊക്കെ ഭയങ്കര പ്രശ്നം. ശരിക്കും 2 പോകേണ്ടതാണ്. ദൈവത്തിൻ്റെ ഭാഗ്യം കൊണ്ട് ഒന്നും സംഭവിച്ചില്ല. ഇപ്പോൾ പറയുകയാണെങ്കിൽ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പഞ്ഞ മാസമാണ് ശരിക്കും പറഞ്ഞ് ഈ ട്രോളിങ്ങിൻ്റെ ആ ഒരു സമയം. അപ്പം ആ സമയങ്ങളിൽ എങ്ങനെയാണ് ജീവിതം?
തള്ളി നീക്കാറുള്ളത്? ട്രോളിങ് സമയത്ത് ഇപ്പോൾ ബോട്ട് ട്രോളിങ് ആകുമ്പോൾ വഞ്ചി ഇതൊക്കെ ഉണ്ട്, കുറേ ആളുകൾ വഞ്ചിയിലെല്ലാം പോകും. പിന്നെ ഇപ്പോൾ ഞാൻ 2-3 വർഷമായിട്ട് ഇപ്പോൾ അങ്ങനെ ഞാനും പോയതാണ്, വഞ്ചിയിലൊക്കെ പോകും. പിന്നെ ചില ഇതൊക്കെ തിരുമറയൊക്കെ ചെയ്തിട്ട് അങ്ങനെ പോവും. പിന്നെ പണി കിട്ടുമ്പോൾ അതൊക്കെ ഇപ്പം ഗോൾഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടോ അങ്ങനെല്ലാം ഇപ്പോൾ. ഈ സഹായങ്ങളൊന്നും അങ്ങനെയൊന്നും കിട്ടാറില്ല സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്? അങ്ങനെയൊന്നും സർക്കാരിന് പറഞ്ഞാൽ അങ്ങനെ കാര്യമായിട്ടുള്ള സഹായമൊന്നുമില്ല. പിന്നെ ഒരു സൗജന്യ റേഷനൊക്കെ ആണ്, അതൊന്നും ഇപ്പം അങ്ങനെ ഒരു ഇതില്ല അങ്ങനെ കാര്യമായിട്ടൊന്നും. പിന്നെ ഇപ്പോൾ ക്ഷേമനിധിൻ്റെ സംഭവങ്ങളൊക്കെ ആണ്, അതൊക്കെ ഒരു വർഷത്തിലിങ്ങനെ അതൊക്കെ അടച്ചാൽ കുറച്ച് പൈസ, അത് തന്നെ ഉള്ളൂ. വേറെ കാര്യമായിട്ട് അങ്ങനെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കാര്യമായിട്ടൊന്നും അങ്ങനെ ഒരു ഇതൊന്നുമില്ല. ഇപ്പോൾ ബോട്ടിൽ പോകുമ്പോൾ പാടാറുണ്ടല്ലോ അല്ലേ? ബോട്ടിൽ പോകുമ്പോൾ പാടാറുണ്ട്. പിന്നെ ബോട്ടിലും പോകുമ്പോൾ പാടും, വണ്ടീൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ പാട്ട് ഇങ്ങനെ പ്രത്യേകിച്ച് ബോട്ടിൻ്റെ ഈ എഞ്ചിൻ്റെ ശബ്ദത്തിന് നമ്മൾ പാടുമ്പോൾ ഒരു മ്യൂസിക്കിൻ്റെ ഒരു എഫക്റ്റ് ചെറുതായിട്ട് വരും. അപ്പോൾ നമ്മൾ തൊണ്ട തുറന്നൊക്കെ ഇങ്ങനെ പാടാം. വേറെ ആരും കേൾക്കാനില്ല, തെറ്റിയാലൊന്നും. കൂടെ ജോലി ചെയ്യണവർ തന്നെ ചിലപ്പം കേൾക്കില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയായാലും ധൈര്യത്തിൽ പാടാം, അങ്ങനെ പാടാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് കടൽപ്പണിയുടെ ഒരു അധ്വാനം? ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു പുലർച്ചെ 2 മണിക്ക് പോകും, പിന്നെ വൈകുന്നേരമാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ബാക്കിയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ കുടുംബമാണെങ്കിലും സ്വന്തം ഉറക്കം ഉൾപ്പെടെയുള്ള വിശ്രമത്തിൻ്റെ കാര്യമാണെങ്കിലും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്? ഇതിപ്പോൾ ഒരുപാട് വർഷമായിട്ട് ഇങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ വേറെ ഒരു പണിയൊന്നും കാര്യമായിട്ട് അറിയില്ല. അപ്പോൾ ഇതിന് തന്നെയാണ് ഇപ്പോൾ പുലർച്ചയ്ക്ക് പോയാലും ഉറക്കം വേണം. പിന്നെ വന്നു കഴിഞ്ഞാൽ ഉറങ്ങാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല, പല വീട്ടിലെ ഇതൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഞാൻ ഒരു വർഷമായിട്ട് പോകാറില്ല. എനിക്ക് ചെറിയ ഉറക്കൊഴിയേണ്ട പ്രശ്നമുണ്ട്, ഉറക്കൊഴിച്ചിലിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അതായിട്ടിപ്പം അങ്ങനെ പോകലില്ല. ഇപ്പം ബോട്ടിൽ വേറെ ആൾക്കാരെ പോവാം. ഇപ്പം എന്തായാലും ബുദ്ധിമുട്ടാണ് ഭയങ്കര പണി, കടൽപ്പണി എന്ന് പറയാൻ. ഈ വെയിൽ കൊള്ളലും, പിന്നെ മീന് മാത്രമല്ല പല സാധനങ്ങളുണ്ടാവും കടലിൽ. പല സാധനം ഉണ്ടാവും, മുള്ളുള്ള സാധനം, പല ഇതൊക്കെ, അതൊക്കെ കഴിക്കുകയോ തട്ടിയാലും വല്ല പ്രശ്നമാണ്. വീട്ടിൽ എന്നാൽ ഭക്ഷണം കഴിക്കാനൊന്നും പറ്റില്ല. എന്നിട്ട് ഇവരൊക്കെ ഭാര്യയൊക്കെ വാരി തരണോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ്, അങ്ങനെയൊക്കെ ഉണ്ട്. ഈ കഷ്ടപ്പാട് കാരണം എപ്പോഴെങ്കിലും ഇത് ഉപേക്ഷിച്ച് പോവാം അങ്ങനെയൊന്നും എങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ട്? ചില സമയത്തൊക്കെ തോന്നും. അതിപ്പോൾ എന്ത് ജോലിയാലും ചിലപ്പോൾ തോന്നും നമുക്ക് മതിയെന്ന്, അങ്ങനെ തോന്നാറുണ്ട്. പക്ഷെ പോയിട്ടിപ്പോൾ ഇവിടെ പോകും, വേറെ അങ്ങനെ കാര്യമായിട്ട് ജോലിയൊന്നും അറിയാത്തതുകൊണ്ട് അങ്ങനെ പോവും. എനിക്ക് മത്സ്യത്തൊഴിലാളി എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അഭിമാനമാണ്. പിന്നെ നമ്മളെക്കാളും ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടിട്ട് പണിയെടുത്തിട്ടൊക്കെ പൈസ കിട്ടാത്ത ഒരുപാട് ജോലിയുണ്ട്. എന്നെക്കാളെല്ലാം കഷ്ടപ്പെട്ട് ജീവിക്കണ കുറേ ആൾക്കാരുണ്ട്. നമ്മളപ്പോൾ അവരൊക്കെ കാണാം. പിന്നെ നമ്മളെക്കാളും ഇതിൽ ജീവിക്കുന്ന ആൾക്കാരൊന്നും നമ്മൾ കാര്യമായിട്ട് അങ്ങനെ നോക്കണ്ട. അപ്പോൾ ഇപ്പോൾ നല്ല രീതിയിലാണ് പോണത്. ഓ ഹോ 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 ആഹാ ലലാ 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 കാതോരമാരോ മൂളും ഒരീണം ശ്രീരാഗമായൻ ഉള്ളിലുള്ളിലെന്നുമെന്നും വരമേകും തൂവൽ കിനാവിൻ പൊൻതൂവലാലൻ ഏകാന്തമൗനം നീയലിഞ്ഞലിഞ്ഞു തഴുകി ലയലോലം. ആർത്തിരമ്പുന്ന ഈ തിരമാലകളുടെ ശബ്ദത്തിനൊപ്പമോ ബോട്ടിൻ്റെ എഞ്ചിൻ്റെ ശബ്ദത്തിനൊപ്പമോ അലിഞ്ഞ് തീരേണ്ട ഒരു ശബ്ദമല്ല നമ്മുടെ പ്രമോദേട്ടൻ്റേത്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം ഈ ശബ്ദം, അദ്ദേഹത്തിൻ്റെ ശബ്ദം പുറം ലോകം മൊത്തം കേൾക്കട്ടെ. അതിനായി അദ്ദേഹത്തെ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ് ചേട്ടാ. താങ്ക് യു.